നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ധനുക്കൂറിലെ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളിലൊന്നായ പൂരാടത്തിന്റെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. ശുക്രൻ നക്ഷത്രാധിപനായി വരുന്ന പൂരാട നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ആഡംബരത്തിന്റെയും പുതിയ വാതിലുകൾ തുറക്കുന്ന വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ സുവർണ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നക്ഷത്ര സവിശേഷത: പൂരാട നക്ഷത്രത്തിന്റെ അടയാളം വിഷറി അല്ലെങ്കിൽ മുറം ആണ്. ഇത് അനാവശ്യമായതിനെ മാറ്റാനും ആവശ്യമായതിനെ ചേർത്തു പിടിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. ജലത്തിന്റെ ദേവതയായ ആബഹ് ആണ് പൂരാടത്തിന്റെ അധിപ. ഈ വർഷം നിങ്ങളുടെ ഈ ഒഴുക്കിനൊപ്പമുള്ള സ്വഭാവവും ശുഭാപ്തി വിശ്വാസവും വലിയ വിജയങ്ങൾ നേടിത്തരും. ശുക്രന്റെ സ്വാധീനം നിങ്ങളെ കലകളോടും സൗന്ദര്യത്തോടും കൂടുതൽ അടുപ്പിക്കും. തൊഴിൽ രംഗത്ത് പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കലാപരമായ ഉയർച്ച: സിനിമ, കല, ഫാഷൻ, ഡിസൈനിങ് എന്നീ മേഖലകളിലുള്ളവർക്ക് വലിയ പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ബിസിനസ് വളർച്ച: സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ലഭിക്കും. സാമ്പത്തിക ഭദ്രത: ആഗ്രഹിച്ച ആഡംബര വസ്തുക്കളോ വാഹനങ്ങളോ വാങ്ങാൻ സാധിക്കും. കടബാധ്യതകൾ കുറയ്ക്കാനും സേവിങ്സ് വർദ്ധിപ്പിക്കാനും ഈ വർഷം അനുകൂലമാണ്. ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ പൂരാട നക്ഷത്രക്കാർക്ക് കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായ പങ്കാളിയെ ലഭിക്കും. ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. വിനോദയാത്രകൾക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ധാരാളം അവസരങ്ങൾ ലഭിക്കും. പൂരാടം നക്ഷത്രാധിപൻ ശുക്രനായതിനാൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. ലക്ഷ്മി അഷ്ടോത്തരം: വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തിവെച്ച് ലക്ഷ്മി അഷ്ടോത്തരമോ ലളിതാ സഹസ്രനാമമോ ജപിക്കുന്നത് കുടുംബത്തിൽ സമാധാനവും സമ്പത്തും നൽകും. വെള്ള നിവേദ്യം: വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് പാൽ പായസമോ വെള്ള നിറത്തിലുള്ള മധുര പലഹാരങ്ങളോ നിവേദ്യമായി സമർപ്പിക്കുക. ജലദേവതാ പ്രീതി: പൂരാടം നക്ഷത്രത്തിന്റെ ദേവത ആബാണ്. അതിനാൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വലിയ പുണ്യം നൽകും. ജലദാനം: വേനൽക്കാലത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം നൽകുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറാൻ സഹായിക്കും. ജലാശയ സംരക്ഷണം: പുഴകളോ കുളങ്ങളോ മലിനമാക്കാതിരിക്കുകയും അവ വൃത്തിയാക്കാൻ സഹായിക്കുന്നതും പൂരാട നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ട പരിഹാരമാണ്. ശുക്രപ്രീതി: കരിയറിലെ ഉയർച്ചയ്ക്ക്. വെള്ളിയാഴ്ച വ്രതം: സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഭാഗികമായി വ്രതം അനുഷ്ഠിക്കുന്നത് കലാസാഹിത്യ രംഗത്തും ബിസിനസ്സിലുമുള്ളവർക്ക് വലിയ വിജയം നൽകും. വസ്ത്രധാരണം: വെള്ളിയാഴ്ചകളിൽ വെളുത്തതോ ക്രീം നിറത്തിലോ ഉള്ള വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ശുക്രപ്രീതിക്ക് നല്ലതാണ്. നക്ഷത്രവൃക്ഷം: വഞ്ചി അല്ലെങ്കിൽ വേപ്പ്. പൂരാടം നക്ഷത്രത്തിന്റെ വൃക്ഷം വഞ്ചിയാണ്. ചിലയിടങ്ങളിൽ വേപ്പും കരുതാറുണ്ട്. നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും ജലമൊഴിക്കുന്നതും നിങ്ങളുടെ ജന്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ: അരിദാനം: വെളുത്ത അരിയോ പഞ്ചസാരയോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശുക്രദോഷ കാഠിന്യം കുറയ്ക്കും. പ്രത്യേക മന്ത്രം: ഓം ശുക്രായ നമഃ. വെള്ളിയാഴ്ചകളിൽ ശുക്രഗായത്രിയോ ഈ മന്ത്രമോ 108 തവണ ജപിക്കുന്നത് ഐശ്വര്യത്തിന് ഉത്തമമാണ്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ പൂരാടം നക്ഷത്രക്കാർക്ക് 2026 തടസ്സങ്ങൾ മാറി ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് 2026 എന്നത് ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സുവർണ വർഷമാണ്. ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറിയാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട പൂരാട നക്ഷത്രക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സൂര്യന്റെ സ്വാധീനമുള്ള ധനുക്കൂറിലും മകരക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഉത്രാട നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.